കുട്ടികൾ മക്കള്. പിന്നെ ഞാൻ ആദ്യം തന്നെ മഹലിൽ വേദറിയുമ്പോഴും നാട്ടിൽ വേദറിയുമ്പോഴും എൻ്റെ കണ്ണ് പെട്ടാ ഞാൻ പറയും, പറഞ്ഞത് കേട്ടിയില്ലെങ്കിൽ കിട്ടിയത് അനുഭവിക്കേണ്ടി വരും, എനിക്ക് കിട്ടിയത് ഞാനും വരവെക്കുമെന്ന് ഞാൻ ഇങ്ങനെ പറയലാണ്. പിന്നെ ആർക്കും അങ്ങനെ കംപ്ലൈന്റ് ഇല്ല ഇനിയിപ്പോ അതിൻ്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞില്ല, എനിക്ക് ബാധ്യത ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നന്നാവണം, നമ്മളെ നാട് നന്നാവണം, നാട്ടുകാരെ നന്നാവണം, കാരണന്മാരും ഉമറാക്കളും അലിമീങ്ങളും നമ്മളെല്ലാവരും നന്നാവണം. നമുക്കൊരു മൗത്ത് വരാനുണ്ട്. എന്താ എൻ്റെ രംഗം എന്നറിയോ? അള്ളാന്റെ കലാമിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മരണത്തിന്റെ ഒരു രംഗമാണ്. ഒരു ശക്തിയായ ഭയങ്കരമായ ഗൗരവമായ നിലയ്ക്ക് റൂഹിനെ, ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. അല്ല പറയാ, വളരെ ഗൗരവത്തോടു കൂടി ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. അല്ല ഗൗരവപ്പെടുത്തി പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞു, വളരെ സന്തോഷം നൽകുന്ന നിലക്ക് ആത്മാവിനെ സമാധാനം നൽകി ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. രണ്ട് മരണവും നമ്മളെ നാട്ടിൽ നടക്കും, രണ്ട് മരണവും നടക്കും. അല്ലാഹു എന്ന മലായികത്തിന്റെ അകമ്പടിയിൽ അള്ളാഹ് നമ്മളെ മരിപ്പിക്കട്ടെ. ആ മലായികത്തിന്റെ സാന്നിധ്യത്തിൽ അള്ളാഹ് നമ്മളെ മരിപ്പിക്കാതിരിക്കട്ടെ. നല്ലതുപോലെ ഭയപ്പെടണം സഹോദര. ആ രംഗങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ ബേജാറാണ്. അപ്പൊ അതുകൊണ്ട് പൈശാചികമായി നമ്മളെ കൽബിൽ നിലനിർത്തേണ്ട അള്ളാഹുവിന്റെ കലാം, ആ സിഫാത്തുകൾ, അതിൽ പറഞ്ഞ എല്ലാ മൂല്യങ്ങളും പ്രപഞ്ചത്തിൽ വരും. ആ പ്രപഞ്ചത്തിൽ വരുമ്പോ അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ പിശാച് അതിന് അനുവദിക്കൂല. ആ പിശാചിനെ രക്ഷപ്പെടാൻ വേണ്ടി അംബിയാ മുർസലുകൾ, അവരുടെ അനന്തരാവകാശികളായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇതേയും ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, അത് പല മർത്തബയാണ്. അഖിയാർ, അബ്ദാല്, ഔതാദ്, നുജബാൽ, പല മേഖലകളും സ്ഥാനങ്ങളും പദവികളും കിട്ടിയ വലിയ മഹാരഥന്മാർ ഔലിയാക്കളെ കൂട്ടത്തിൽ അള്ളാഹു കൊണ്ടുവരും. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളൊക്കെ നല്ല ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ. അതുകൊണ്ട് ഒറ്റക്ക് കൈപിടിച്ച് നിയന്ത്രിക്കാൻ ആളില്ലാത്ത കാലഘട്ടം വരുമ്പോ മഹല്ലടിസ്ഥാനത്തിൽ ഒരുമിച്ച്, അതിനാണ് മഹല്ലിൽ അഹ്ലുൽ ഇവിടുത്തെ ദർസും ഖാലിം ഖതീബും ഉസ്താദും മുദർരിസും എല്ലാവരും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നത്. നമ്മളെ നാട്ടിൽ പൈശാചികത ഇല്ലാതെയാവണം, പൂർണ്ണമായി ദൂരീകരിക്കപ്പെടണം. അതിന് നമ്മൾ സംഘടിച്ച് നമ്മൾ ഖാജാ തങ്ങളെയും മമ്പർത്ത തങ്ങളെയൊക്കെ സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനായ ഹമീദ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട്, അഹ്ലുബൈത്തിനെ കൊണ്ട് ദുആ തുടങ്ങിപ്പിച്ച് നല്ല ആലിമീങ്ങളും സയ്യിദന്മാരും ഉസ്താദുമാരൊക്കെ വരുത്തി ദുആ മജ്ലിസുകളും ഭക്ഷണം കൊടുക്കലും ആണ്ടും ഉറൂസുകളൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്ത് ഖാജാ തങ്ങളെ ഒരു മദദ് ഈ നാട്ടിൽ കിട്ടാൻ വേണ്ടി, നമ്മളെ മൗത്തിന്റെ നേരത്ത് കിട്ടാൻ വേണ്ടി, നമ്മളെ സക്റാത്തിന്റെ ഹാലിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുകയാണ്. അതിൻ്റെ ഒരു സേവനമാണ് ഈ ഒരു പ്രവർത്തനം. കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഓരോ വീടുകളിലേക്കും ഓരോ കൽബുകളിലേക്കും അള്ളാഹു ഈ വെളിച്ചം അള്ളാഹു പൂർണ്ണമായി വീശിക്കൊടുക്കുമാറാവട്ടെ. അതിന് അങ്ങോട്ട് ദ്വാരക്കാം. എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ കൽബിലും എല്ലാവരുടെ സ്വഭാവത്തിലും ഈ ഒരു അജ്മീർ തങ്ങളോട് അല്ലെങ്കിൽ ഔലിയാക്കളോടുള്ള മദദ്, ആ മഹബത്ത് നിലനിൽക്കണം. അവരെ മേലെ നമ്മൾ ഫാത്തിഹ ഓതണം, അവരെ മേലെ നമ്മൾ യാസീൻ ഓതണം, അവരെ ആണ്ടുകളും ഉറൂസുകളും നമ്മൾ നടത്തണം. അപ്പന്റെയും ഇവരൊക്കെ ജയിച്ചത് പിശാചിനോട് പടപൊരുതി ജയിച്ചപ്പോ, ആ പിശാചിനോട് പടപൊരുതി ജയിച്ച മഹത്തുക്കളെ നമ്മളെ കൂടെ കൊണ്ടെടുക്കുക, അവരെ കൂടുതൽ അണിചേരാൻ നമ്മൾ ശ്രമിക്കുമ്പോ പിശാചിന് വലിയ ബേജാറാണ്, വലിയ വേവലാതിയാണ്. അതുകൊണ്ട് നമ്മളെ പരലോകത്തിന്റെ ഒന്നാമത്തെ ഘട്ടം എന്താണെന്നറിയോ? നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്ന പരലോകത്തിന്റെ ഫസ്റ്റ് ഘട്ടം നമ്മളെ മൗത്താണ്. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നായി മരിപ്പിച്ചു തരട്ടെ, അവസാനം അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ആഖിബത്ത് നന്നാക്കുക, അവസാനം നന്നാവുക എന്നത് നിയ്യത്ത് ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങനെ സ്വാലിഹ്യങ്ങളായി പ്രവർത്തിക്കുമ്പോൾ കറാമത്തും വലിയ വലിയ പദവികളൊക്കെ അതൊക്കെ പിന്നെ അള്ളാഹ് തരില്ലാണ്. ഈ സാധനം ഞാൻ കുട്ടികളോട് പറയും, എൻ്റെ മുത്താലിമ്യങ്ങളോടൊക്കെ പറയും, നിങ്ങൾ ഈ മൊബൈലുമ്പോൾ കളിക്കരുത്. കുട്ടികളോട് പറയും, നിങ്ങൾ മൊബൈലിൻ്റെ ആൾക്കാരല്ല. കാരണം ഈ മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷനുള്ള സെറ്റാണ്. തന്നെ ഇതൊരു ഓപ്ഷനുള്ള സെറ്റാണ് ഈ സാധനം. അങ്ങനെ പറഞ്ഞാൽ വേഗം ചെറുപ്പക്കാർക്ക് മനസ്സിലാവും, ഇതൊരു ഫുൾ ഓപ്ഷനുള്ള സെറ്റാണ് ഇരിക്കുന്നത്. ആ ഓപ്ഷനാണ് എന്ത്?
മുഹീദ്ദീൻ ഷെയ്ഖ് കാണിച്ചത്? എന്താ കാണിച്ചത്? കോഴിന്റെ മുള്ളോടി കൂവെന്ന് ചെന്നാല് കൂശാതെ കൂവി പറപ്പിച്ചു. അതൊരു ഓപ്ഷനാ, അതൊരു ഓപ്ഷനാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അങ്ങനെയാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമഞ്ഞ നിങ്ങളെ കൽപ്പാകാമെന്നവർ, അതൊരു ഓപ്ഷനാണ്. അത് തുറന്നിട്ടണം. ഇതിനൊരു മെമ്മറി ഉണ്ട്. എന്ത് നല്ലൊരു മെമ്മറി ഉണ്ട് ഇതിൽ. ആ മെമ്മറിക്ക് കേടുപറ്റുന്ന കള്ള്, കഞ്ചാവ്, ബുദ്ധിക്ക് മരവിപ്പ് വരുന്നതൊന്നും ഉപയോഗിക്കരുത്. അതാണ് മെമ്മറി. മെമ്മറി കാർഡ് കേടുവരുത്തരുത് എന്ന് ഇസ്ലാം പറയാൻ കാരണം ഈ ഓപ്ഷൻ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മളെ സമൂഹം മെമ്മറി കയറിയെത്തി. ആദ്യം നമ്മളെ മെമ്മറിയാണ് തകരാറാക്കിയത്. നമ്മളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. മെമ്മറി ഉണ്ട്, ആ മെമ്മറി കേടുവരാതെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളയണം. ഇതിൽ ഫീഡ് ചെയ്യപ്പെടേണ്ട കുറേ സംഗതികൾ ഫീഡ് ചെയ്യണം. നല്ല സർവീസിങ് സെന്ററിൽ വെക്കണം. ആ സെന്ററാണ് ഇപ്പം നമ്മൾ സ്ഥാപിക്കുന്നത്. ഖാജാതങ്ങളെ മദത് കൊണ്ടുള്ള ഒരു ഇജ്തിമാഅ്, നല്ല സർവീസിങ് സെന്റർ. പുറത്തു പോയി പലയിടത്തും നമ്മൾ മഹത്തുക്കളടുത്തൊക്കെ പോകും. സർവീസിങ് സെന്ററിൽ വെച്ച് നമ്മൾ സർവീസ് ചെയ്യണം.